Good morning. Okay, Anu, Priya, okay, good morning. ഓക്കെ, എന്താണ് എങ്ങനെയുണ്ടായിരുന്നു ക്രിസ്മസ്? ഒക്കെ അടിപൊളിയായിരുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കാനിരിക്കുകയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചോ ക്രിസ്മസ് ഒക്കെ എല്ലാവരും? അടിപൊളിയായിരുന്നോ? ഓക്കെ, അത് ശരി. ഇനി നിങ്ങളുടെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നില്ലേ? ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാവരും അടിച്ചു പൊളിച്ചു അല്ലെ ക്രിസ്മസ്? ഇവിടെ അടിപൊളിയായിരുന്നു കേട്ടോ. ഓക്കെ. ക്രിസ്മസിന്റെ ക്ഷീണം കാരണം കൊണ്ടാണോ ഇന്ന് ക്ലാസ്സിൽ കുട്ടികൾ കുറവാണല്ലോ? 18 പേരുള്ളൂല്ലോ. തെറ്റി ക്രിസ്മസിന്റെ ക്ഷീണായിരിക്കും അല്ലെ? ആണോ? Good morning, ma'am. Okay, good morning. ആയിരിക്കും. ഓക്കെ ഓക്കെ, സൗന്ദർണിക, ഗുഡ് മോർണിംഗ്. ശരി, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എന്റെ മിസ് ലീവാണ്, അതുകൊണ്ടാണ് ഞാൻ പകരം കയറിയത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ലാസ്റ്റത്തെ ക്ലാസ്സില് നമ്മൾ പറഞ്ഞു നിർത്തിയത് മെഡിക്കൽ റെക്കോർഡ് അല്ലെ? മെഡിക്കൽ റെക്കോർഡിങ്ങിന്റെ ഫയലിംഗ് ആൻഡ് സ്റ്റോറേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്, അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അത് കംപ്ലീറ്റ് ആയിട്ടില്ല, തുടങ്ങി വെച്ചിട്ടുള്ളൂ അല്ലെ? 3 നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 2 കൂടിയാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോ നിങ്ങൾ വായിച്ചു നോക്കിയോന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാര്യം ക്രിസ്മസ് ആയിരുന്നല്ലോ. എന്തായാലും ഭയങ്കര സെലിബ്രേഷന്റെ കാര്യത്തിന് ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ വായിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോ ഇന്ന് മുതൽ വായിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? എല്ലാവരും ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ എല്ലാവരും? ഓക്കെ, അപ്പൊ ശരി, നമുക്ക് തുടങ്ങാം കേട്ടോ. ഞാൻ ഓൺ മ്യൂട്ട് കൊടുക്കുകയാണേ. അപ്പൊ നമ്മള് ഫയലിംഗ് ആൻഡ് സ്റ്റോറേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതിനകത്ത് പ്രധാനമായിട്ടും 5 ടൈപ്പ് ഓഫ് ഫയലിംഗ് മെത്തേഡുകളാണ് ഉള്ളത് കേട്ടോ. 5 ടൈപ്പ്. ഓക്കെ, ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ സീരിയൽ നമ്പറിംഗ് ഫയലിംഗ് സിസ്റ്റം, സെക്കൻഡ് വൺ യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം, തേർഡ് വൺ സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ്, ഫോർത്ത് വൺ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് ആൻഡ് ഫിഫ്ത്ത് വൺ മിഡിൽ ഡിജിറ്റ് ഫയലിംഗ്. അങ്ങനെ 5 ടൈപ്പ് ഓഫ് ഫയലിംഗ് മെത്തേഡുകളാണ് ഉള്ളത്. ഓക്കെ, അതിനകത്ത് ആദ്യത്തെ 3 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങള് അതിന്റെ ഓരോ ഫയലിംഗിന്റെ പ്രത്യേകതകൾ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, അത് മനസ്സിലാക്കിയിട്ട് ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ട് അത് ഏത് ടൈപ്പ് ഓഫ് ഫയലിംഗ് മെത്തേഡ് ആണെന്ന് നിങ്ങളോട് ചോദിക്കും കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? സീരിയൽ നമ്പറിംഗ് ഫയലിംഗ് സിസ്റ്റം. അതിന്റെ പ്രത്യേകത നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ എന്താ പറഞ്ഞത്? അതായത് പേഷ്യന്റിന്റെ വിസിറ്റിങ്ങിന്റെ ഓരോ സന്ദർഭത്തിലും അല്ലെ, പേഷ്യന്റിന്റെ ഈ പറയുന്ന അവരുടെ സന്ദർശനത്തിന്റെ ഓരോ സിറ്റുവേഷനിലും അവർക്ക് പുതിയൊരു നമ്പർ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യന്റ് ഒരു ഹോസ്പിറ്റലിൽ 3 പ്രാവശ്യം രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ അവര് 3 മെഡിക്കൽ നമ്പറുകൾ അവർക്ക് കൊടുക്കുന്നുണ്ട് അല്ലെ? ഓക്കെ, എന്താണ് എല്ലാവരും ഓക്കെ അല്ലേ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. എന്താണ് സർവത്ത് കാര്യമായിട്ട് ചിരിക്കുന്നുണ്ടല്ലോ? എന്തൊക്കെ എന്തെങ്കിലും ഫണ്ണിയായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? എന്താണ്? ഓക്കെ അല്ലേ എല്ലാവരും? 4th മൊഡ്യൂളല്ല കേട്ടോ, 3rd മൊഡ്യൂളാണ്. ഓക്കെ, 3rd മൊഡ്യൂളിലെ ചാപ്റ്റർ ആണ് കേട്ടോ.
എല്ലാരും ഓക്കെ അല്ലേ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ? അപ്പൊ നമ്മള് സീരിയൽ നമ്പറിംഗ് ഫൈലിംഗ് സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞത് പേഷ്യന്റിന്റെ ചികിത്സയുടെ ഓരോ സന്ദർഭത്തിലും നമ്മൾ അവർക്ക് ഒരു പുതിയ നമ്പർ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ 3 തവണ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടെങ്കിൽ 3 മെഡിക്കൽ റെക്കോർഡുകൾ ഉണ്ടാവും അവർക്ക്. 3 നമ്പർ ഓരോ തവണ വരുമ്പോഴും പുതിയ നമ്പർ അവർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനനുസരിച്ച് കൊണ്ട് ഓരോ മെഡിക്കൽ റെക്കോർഡുകൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷെ അതെന്താണ് പ്രാക്ടിക്കലി അത് വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ? കാര്യം ആലോചിച്ചൊക്കെ ഒരു രോഗിക്ക് തന്നെ ഒന്നിൽ കൂടുതൽ മെഡിക്കൽ റെക്കോർഡുകൾ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അല്ലെ? അതാണ് എന്ത് സീരിയൽ നമ്പറിംഗ് ഫയലിംഗ് സിസ്റ്റം. അപ്പൊ അതിന്റെ ഏറ്റവും പ്രത്യേകത എന്താണ്? രോഗിക്ക് എത്ര തവണ പരിചരണം ലഭിച്ചു എന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ അവിടെ മെഡിക്കൽ റെക്കോർഡുകള് ഫയൽ ചെയ്ത് സൂക്ഷിക്കുന്നത്. എത്ര തവണ പരിചരണം ലഭിച്ചു എന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ അവിടെ മെഡിക്കൽ റെക്കോർഡുകള് ഫയൽ ചെയ്ത് വെക്കുന്നത്. അതാണ് സീരിയൽ നമ്പറിംഗ് ഫയലിംഗ് സിസ്റ്റം. ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രമാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം ആണ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ യൂണിറ്റ് നമ്പറിംഗ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ആ ഒരു രോഗിക്ക് ഒരേ ഒരു നമ്പറാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ? അതെ, ഒരേ ഒരു നമ്പർ കൊടുക്കുന്നു. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു മെഡിക്കൽ റെക്കോർഡ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. പിന്നീട് പേഷ്യന്റിന്റെ ആ ഒരു പരിചരണത്തിലുടനീളം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ആ ഒരു മെഡിക്കൽ റെക്കോർഡ് നമ്പർ ആയിരുന്നു. അങ്ങനെ ഒരു ഫോൾഡറിന്റെ കീഴില് ഒരൊറ്റ നമ്പറില് ഒരു ഫോൾഡറിന്റെ കീഴില് ഒറ്റ മെഡിക്കൽ റെക്കോർഡുകളായിട്ട് അവിടെ ഫയൽ ചെയ്തിരിക്കും. അതാണ് യൂണിറ്റ് നമ്പറിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ മൂന്നാമത് പറഞ്ഞത് സ്ട്രെയിറ്റ് ന്യൂമറിക് ഫയലിംഗ് ആണ്. സ്ട്രെയിറ്റ് ന്യൂമറിക് എന്ന് പറയുന്നത് എന്താണ്? കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് കേട്ടോ. സ്ട്രെയിറ്റ് നമ്പേഴ്സ് 1 2 3 4 അങ്ങനെ 1 2 3 4 5 അങ്ങനെ അത് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള രീതിയിൽ, അതായത് മെഡിക്കൽ റെക്കോർഡ് നമ്പറിനനുസരിച്ച് കൃത്യമായിട്ടുള്ള ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മൾ മെഡിക്കൽ റെക്കോർഡുകൾ ഫയൽ ചെയ്ത് വെക്കുന്നതിനെയാണ് സ്ട്രെയിറ്റ് ന്യൂമറിക് ഫയലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയോ? നമുക്ക് ഇങ്ങനെ കോൺസിക്യൂട്ടീവ് ആയിട്ട് നമ്പർ ചെയ്തിരിക്കുന്ന മെഡിക്കൽ റെക്കോർഡിൽ എത്ര എണ്ണം വേണമെങ്കിലും ഏത് പർപ്പസിന് നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഈസി ആയിട്ട് എടുക്കാൻ സാധിക്കും. അത് തുടർച്ചയായിട്ട് നമ്പർ ചെയ്തിരിക്കുന്നതല്ലേ. അപ്പൊ അവിടെ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുന്നത് നോക്കിയേ, റെക്കോർഡ്സ് കോൺസിക്യൂട്ടീവ്ലി നമ്പേർഡ് appear in sequence on the file shelf അല്ലെ? അതായത് കോൺസിക്യൂട്ടീവ് ആയിട്ട് തുടർച്ചയായിട്ട് നമ്പർ ചെയ്തിരിക്കുന്ന മെഡിക്കൽ റെക്കോർഡുകള് നമുക്ക് ഫയൽ ഷെൽഫിൽ കാണാനായിട്ട് സാധിക്കും അല്ലെ? കോൺസിക്യൂട്ടീവ് ആയിട്ട് തുടർച്ചയായിട്ട് കാണാൻ സാധിക്കും. അത് ഒരു എക്സാമ്പിൾ നോക്കിയേ, 4 മെഡിക്കൽ റെക്കോർഡുകൾ ഫയൽ ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കിയേ. 1 2 3 4 1 2 അല്ല 1 2 3 4 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് അല്ലെ? 1 2 3 4 1 3 1 2 3 4 1 4 1 2 3 4 1 5 കണ്ടോ? കോൺസിക്യൂട്ടീവ് ആയിട്ട് നമ്പർ ചെയ്തിരിക്കുന്ന മെഡിക്കൽ റെക്കോർഡുകൾ നമുക്ക് ഒറ്റ ഫയൽ ഷെൽഫിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ്? ഇറ്റ് ഈസ് ഈസി ടു പുൾ any number of records consecutively numbered from the file for any purpose അല്ലെ? ഇങ്ങനെ കോൺസിക്യൂട്ടീവ് ആയിട്ട് നമ്പർ ചെയ്തിരിക്കുന്ന എത്ര നമ്പർ ഓഫ് റെക്കോർഡ്സ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് അതിന് എടുക്കാനും സാധിക്കും, തിരിച്ചു വെക്കാനും നമുക്ക് സാധിക്കും അല്ലെ? അത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഓക്കെ ആണോ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ അതൊന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് 2 എണ്ണം കൂടെ അതിനകത്ത് പറയാനുണ്ട്. നാലാമത്തെ 4th വണ്ണാണ് സ്ട്രെയിറ്റ് ന്യൂമറിക് ഫയലിംഗ്. സോറി അത് പേരും ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് കേട്ടോ. ഏതാണ് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ്? അപ്പോ എന്താ നോക്കാം, എന്താണ് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് എന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് ഈസ് എ സിമ്പിൾ ആൻഡ് എക്സാക്ട് ഫയലിംഗ് മെത്തേഡ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതും എന്നാൽ എക്സാക്ട് ഫയലിംഗ് മെത്തേഡ് ആണ് എന്ത്? ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പ്രത്യേകിച്ചുണ്ടല്ലോ പേപ്പർ റെക്കോർഡുകളായിട്ടല്ല, നമ്മൾ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളായിട്ട് നമുക്ക് സിസ്റ്റത്തിൽ റെക്കോർഡ് സേവ് ചെയ്ത് വെക്കാം അല്ലെ? അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫയലിംഗ് മെത്തേഡാണ് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗും അതുപോലെ തന്നെ മിഡിൽ ഡിജിറ്റ് ഫയലിംഗും. അപ്പൊ നോക്കാം, ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് ഈസ് എ സിമ്പിൾ ആൻഡ് എക്സാക്ട് ഫയലിംഗ് മെത്തേഡ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതും എക്സാക്ട് ആയിട്ടുള്ള ഒരു ഫയലിംഗ് മെത്തേഡാണ് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് എന്ന് പറയുന്നത്.
അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നോക്കാം, യൂഷ്വലി a 6-digit number is used and divided with a hyphen into 3 parts. Each part generally containing 2 digits. Okay, അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. മെഡിക്കൽ റെക്കോർഡ് നമ്പർ എന്ന് പറയുന്നത് എത്ര അക്ക നമ്പർ ആണ്? 6 നമ്പർ ആണ്. നമ്മൾ തുടക്കം തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലെ? എത്ര ഡിജിറ്റ് നമ്പർ ആണ് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്? 6 നമ്പർ ആണ് നമ്മൾ സാധാരണയായിട്ട് മെഡിക്കൽ റെക്കോർഡ് നമ്പർ ആയിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോ നമ്മൾ ഈ 6 നമ്പറിനെ 2 ഹൈഫണുകൾ ഉപയോഗിച്ചുകൊണ്ട് 3 ഭാഗങ്ങളാക്കിയിട്ട് മാറ്റാണ്. എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. അതിന്റെ തന്നെ എക്സാമ്പിൾ എടുക്കാം. എക്സാമ്പിൾ നോക്കുക കേട്ടോ. ആദ്യത്തെ നമ്പർ ഒന്ന് നോക്കാം നമുക്ക്. 1 2 3 4 5 6 ആ ഒരു നമ്പർ ജസ്റ്റ് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞത്? 6 നമ്പർ ആണ്, ശരിയല്ലേ? ഇതൊരു 6 നമ്പർ ആണ്. അതിനെ നമ്മൾ ഹൈഫൺ ഉപയോഗിച്ചുകൊണ്ട് 3 പാർട്ടാക്കി മാറ്റിയേക്കാണ് അല്ലെ? 1 2 എന്ന് പറയുന്നത് ഒരു പാർട്ട്, 3 4 സെക്കൻഡ് പാർട്ട്, 5 6 തേർഡ് പാർട്ട്. 2 ഹൈഫണുകൾ ഉപയോഗിച്ച് നമ്മൾ ഈ 6 നമ്പറിനെ 3 പാർട്ടുകളാക്കി മാറ്റാണ്. ഓരോ പാർട്ടിനകത്തും എത്ര ഡിജിറ്റ്സ് ആണുള്ളത്? 2 ഡിജിറ്റ്സ് വീതമാണുള്ളത്. ഞാൻ അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. A 6-digit number is used and divided with a hyphen into 3 parts. Each part generally containing 2 digits. Okay ആണല്ലോ? ഇനി ശ്രദ്ധിക്കുക, the primary digits നോക്കുക കേട്ടോ. The primary digits are the last 2 digits on the right hand side of the number. ഇതിൽ ഏതാണ് പ്രൈമറി ഡിജിറ്റ് എന്ന് പറയുന്നത്? അതായത് റൈറ്റ് സൈഡിലുള്ള ഈ നമ്പറിന്റെ റൈറ്റ് സൈഡിലുള്ള അവസാന 2 അക്ക നമ്പറുകളെയാണ് നമ്മൾ പ്രൈമറി ഡിജിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നമ്പറിലെ അവസാനത്തെ 2 അക്ക ഏതാണ്? അതെ, കറക്റ്റ് കണ്ടീഷൻസിന് 5 6 അല്ലെ? അതാണ് പ്രൈമറി ഡിജിറ്റ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ആ 5 6ന്റെ മുകളില് P എന്ന് എഴുതിക്കോളൂ. പ്രൈമറിനെ എഴുതണ്ട, P എന്ന് നോട്ടേറ്റ് ചെയ്താൽ മതി കേട്ടോ. പ്രൈമറിനെ ഷോർട്ട് ആക്കിയിട്ട് P എന്ന് എഴുതുക കേട്ടോ. 5 6ന്റെ മുകളിലായിട്ട് P എന്ന് എഴുതിക്കോളൂ. ഓക്കെ, എത്തിയല്ലോ? അടുത്ത നോക്കിയേ, ദി സെക്കൻഡറി ഡിജിറ്റ്സ് ആണ് ദ മിഡിൽ ഡിജിറ്റ് ആണ്. സെക്കൻഡറി ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിഡിൽ ഡിജിറ്റ് ആണ്. മിഡിൽ ഡിജിറ്റ് ഏതാണ് ഇവിടെ? 3 4 ആണ് അല്ലെ? അതാണ് എന്ത്? സെക്കൻഡറി ഡിജിറ്റ്. അപ്പൊ നിങ്ങൾ അതിന്റെ മുകളില് S എന്ന് എഴുതിക്കോളൂ കേട്ടോ. സെക്കൻഡറി എന്നതിന് റൊട്ടേറ്റ് ചെയ്യാൻ S എന്ന് എഴുതാം. ഓക്കെ, എഴുതിയല്ലോ? അടുത്ത നോക്കാം, ടെർഷ്യറി ഡിജിറ്റ്സ് ആണ് ദ ഫസ്റ്റ് 2 ആണ് കേട്ടോ. ടോ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, TWO2 എന്നാണ് കേട്ടോ. ഓക്കെ, ടെർഷ്യറി ഡിജിറ്റ്സ് ആണ് ദ ഫസ്റ്റ് 2 ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ നമ്പർ. ഈ നമ്പറിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള, അതായത് ആദ്യത്തെ 2 അക്ക നമ്പർ ആണ് ഇത് ടെർഷ്യറി ഡിജിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഏതാണ്? 1 2 ആണ് അല്ലെ? അതിന്റെ മുകളിൽ T എന്ന് എഴുതിക്കൊള്ളുന്നത്, T എന്ന് എഴുതി. ഓക്കെ, എഴുതിയല്ലോ? ഇനി ഞാൻ ചോദിക്കട്ടെ, ലെഫ്റ്റ് ടു റൈറ്റിലോട്ട് റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കോഡാണ് ലഭിച്ചത്? എന്ത് കോഡാണ് ലഭിച്ചത്? ആ നമ്പറിന്റെ ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് കോഡാണ് കിട്ടിയത്? ഏത് കോഡാണ് കിട്ടിയത് എന്ന് പറഞ്ഞേ? പോയോ എല്ലാവരും? ഇതാണ് കോഡ് പറഞ്ഞു. ഏതാണ് കിട്ടിയത്? TSP അല്ലെ? അങ്ങനെയല്ലേ നമുക്ക് കിട്ടുന്നത്? TSP. ഓക്കെ, ആ കോഡ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. TSP അതായത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് കേട്ടോ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോ 1 2 എന്ന് പറയുന്നത് ടെർഷ്യറി ഡിജിറ്റ് ആണ്, 3 4 എന്ന് പറയുന്നത് സെക്കൻഡറി ഡിജിറ്റ് ആണ്, 5 6 എന്ന് പറയുന്നത് പ്രൈമറി ഡിജിറ്റ് ആണ് കേട്ടോ. TSP എന്നാണ് കിട്ടുന്നത് കേട്ടോ. അതായത് നമ്മൾ ഈ ഒരു ഡിജിറ്റിന്റെ അവസാന 2 അക്ക നമ്പർ അല്ലെ? അവസാനത്തെ വലത്തേ അറ്റത്തെ 2 അക്ക നമ്പറുകളാണ് പ്രൈമറി ഡിജിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ 5 6 അല്ലേ വലത്തേ അറ്റത്ത് കിടക്കുന്നത്? അതാണ് പ്രൈമറി ഡിജിറ്റ്. അതിന്റെ മുകളിൽ P എന്ന് നിങ്ങൾ എഴുതാം. ഓക്കെ, അത് കഴിഞ്ഞ് മിഡിൽ ഡിജിറ്റ് എന്ന് പറയുന്നതാണ് സെക്കൻഡറി ഡിജിറ്റ്. അതിന്റെ മുകളിൽ S എന്ന് രേഖപ്പെടുത്താം. ഓക്കെ, ഇനി ആദ്യത്തെ ഫസ്റ്റ് 2 ഡിജിറ്റ്സ് ഉണ്ടല്ലോ ലെഫ്റ്റ് സൈഡില്, അതാണ് എന്ത്? ടെർഷ്യറി ഡിജിറ്റ്. അപ്പൊ ടെർഷ്യറി എന്നുള്ളതിന് നമുക്ക് T എന്ന് നോട്ടേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റിലോട്ട് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കോഡ് TSP എന്നാണ്. ആ കോഡാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ടെർമിനൽ ഡിജിറ്റ് ഫയലിന്റെ കോഡ് എന്താണ്? TSP. ഇവിടെ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരു മെഡിക്കൽ റെക്കോർഡ് നമ്പർ നിങ്ങൾക്ക് തരികയാണ്, എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഇൻ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗില് ഇതിലെ സെക്കൻഡറി ഡിജിറ്റ്സ് ഏതാണെന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്. സെക്കൻഡറി ഡിജിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ
ഈ കോഡ് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമല്ലേ. ആ കോഡ് എങ്ങനെയാണ് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് കേട്ടോ. അത് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഒരിക്കലും റൈറ്റ് ടു ലെഫ്റ്റ് അല്ല, ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് ആ കോഡ് TSP. അപ്പൊ ഏതെങ്കിലും ഒരു നമ്പർ തന്നിട്ട് ഇവിടെ ചോദിക്കും. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ. ഈ എക്സാമ്പിളിലെ ലാസ്റ്റ് നമ്പർ നോക്കിയേ, 1 5 3 4 5 6. ഇതിന്റെ സെക്കൻഡറി ഡിജിറ്റ് ഒന്ന് നിങ്ങൾ പറയാമോ? ഈ നമ്പറിന്റെ സെക്കൻഡറി ഡിജിറ്റ് ഏതാണെന്ന് പറയാമോ? സെക്കൻഡറി ഡിജിറ്റ് ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്, 3 4 ആണ്. ഓക്കെ, ഇതിന്റെ പ്രൈമറി ഡിജിറ്റ് ഏതാണെന്നൊന്ന് പറയാമോ? പ്രൈമറി ഡിജിറ്റ് ഏതാ ഇതിനകത്ത്? പ്രൈമറി ഓക്കെ 5 6 കറക്റ്റ് ആണ് കേട്ടോ. പിന്നെ ഈ പറയുന്ന പോലെ ടെർഷ്യറി ഡിജിറ്റ് ഏതാണ്? ടെർഷ്യറി ഡിജിറ്റ് ഏതാണ്? 1 5 അല്ലെ, 15 ആണ് ടെർഷ്യറി ഡിജിറ്റ്. ഈ രീതിയിൽ നിങ്ങളോട് ചോദിക്കുക, ഏതെങ്കിലും ഒരു മെഡിക്കൽ റെക്കോർഡ് നമ്പർ തന്നിട്ട് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗില് എന്നെടുത്ത് ചോദിക്കുക. എന്നിട്ട് അതിലെ പ്രൈമറി ഡിജിറ്റ് ഏതാണ് എന്നൊക്കെ നിങ്ങളോട് ചോദിക്കാം. അപ്പം ഈ ഒരു കോഡ് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, തെറ്റൂല കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നോക്കാം, ഇൻ ദ ഫയൽ the second tertiary digit alters with every record കേട്ടോ. എന്താണ് പറയുന്നത്? നമ്മൾ ഇത് ഫയൽ ചെയ്ത് വെക്കുമ്പോൾ എവിടെയാണ് ആൾട്രേഷൻ വരുന്നത്, എവിടെയാണ് ചേഞ്ച് വരുന്നത്? സെക്കൻഡ് ടെർഷ്യറി ഡിജിറ്റ്. ടെർഷ്യറി ഡിജിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ആദ്യത്തെ 2 ഡിജിറ്റ് ആണ് ടെർഷ്യറി ഡിജിറ്റ്. അതിന്റെ സെക്കൻഡ് നമ്പർ, ഓക്കെ, സെക്കൻഡ് ടെർഷ്യറി ഡിജിറ്റ്. ഇപ്പൊ ഇതില് സെക്കൻഡ് ടെർഷ്യറി ഡിജിറ്റ് ഏതാണ്? 2 ആണ് അല്ലെ. 1 2 എന്നുള്ളതാണ് ടെർഷ്യറി ഡിജിറ്റ് ആണല്ലോ. അതിന്റെ സെക്കൻഡ് നമ്പർ ഏതാണ്? 2 ആണല്ലോ. ഓക്കെ, അപ്പൊ ഈ നമ്പർ ആണ് സെക്കൻഡ് ടെർഷ്യറി ഡിജിറ്റ് ആണ് ഫയൽ ചെയ്യുമ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. നോക്കിയേ, ഇവിടെ 1 2 2 ആണ്, ഇങ്ങോട്ട് വന്നപ്പോ അത് 3 ആയി കേട്ടോ. ഇപ്പുറത്തോട്ട് പോയപ്പോ അത് 4 ആയി, ഇങ്ങോട്ട് വന്നപ്പോ 5 ആയി. അടുത്ത എന്തായിരിക്കും? 1 6 എന്നായിരിക്കും അല്ലെ. അപ്പോ ടെർഷ്യറി ഡിജിറ്റിലെ രണ്ടാമത്തെ അക്കമാണ് ഫയലിംഗ് ചെയ്യുമ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആൾട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിയെല്ലാം എന്താണ്? സെയിം ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അത്രയേ ഉള്ളൂ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് കേട്ടോ. അപ്പൊ അതിന്റെ കോഡ് നിങ്ങൾ ഓർത്ത് വെക്കാം, TSP. മാറിപ്പോവില്ല. ടെർമിനൽ ഡിജിറ്റ്, ടെർമിനലിനെ ഫസ്റ്റ് തുടങ്ങുന്നത്, അപ്പൊ ടിയിൽ തന്നെയാണ് കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. TSP. ഓക്കെ, ക്ലിയർ. അടുത്തത് എന്തായിരിക്കും നമ്പർ? 1 6 എന്നായിരിക്കും അല്ലെ. 1 6 3 4 5 6. അടുത്ത നമ്പർ എന്തായിരിക്കും? 1 7 3 4 5 6. ഇങ്ങനെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് വരുന്നതാണ് മിഡിൽ ഡിജിറ്റ് ഫയലിംഗ് കേട്ടോ. മിഡിൽ ഡിജിറ്റ് ഫയലിംഗ് ഇവിടെയും അതുപോലെ തന്നെയാണ്. പിന്നെ എന്താണ്? കോഡിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം സിമിലർ ആണ് കേട്ടോ. നോക്കാം, ഇറ്റ് ഈസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ്. നമ്മൾ ഇപ്പൊ പറഞ്ഞ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗിന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് എന്ത്? മിഡിൽ ഡിജിറ്റ് ഫയലിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അതിന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. ഇവിടെ എന്താണ് വ്യത്യാസം നോക്കിയേ. ഹിയർ ദ പ്രൈമറി സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ഡിജിറ്റ്സ് ആർ ഇൻ എ ഡിഫറെന്റ് പൊസിഷൻ കേട്ടോ. അവിടെ പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി ഡിജിറ്റ്സുകളെല്ലാം തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള പൊസിഷൻ ആണ്. കോഡിന് ചെറിയൊരു ചേഞ്ച് വരും. അപ്പൊ ആ കോഡ് ഒന്ന് നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം. ഇവിടെ നോക്കിയേ, മിഡിൽ പാർട്സ് ഓഫ് ദ ഡിജിറ്റ്സ് ആർ ദ പ്രൈമറി ഡിജിറ്റ്. ഈ എക്സാമ്പിൾ തന്നെ എടുക്കാം. ആദ്യത്തെ എക്സാമ്പിൾ നോക്കിയേ, 4 6 6 8 9 6. ഇതിലെ പ്രൈമറി ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഏതാ നോക്കിയേ? മിഡിൽ പാർട്ട് ആണ് കേട്ടോ. മിഡിൽ, ഇപ്പൊ മിഡിലുള്ള നമ്പർ ഏതാണ്? 6 8 ആണ്. അതാണ് എന്ത്? പ്രൈമറി ഡിജിറ്റ്. അപ്പൊ നിങ്ങൾ അതിന്റെ മുകളില് P എന്ന് നൊട്ടേറ്റ് ചെയ്യാം കേട്ടോ. 6 8ന്റെ മുകളിലായിട്ട് പ്രൈമറിയുടെ P എന്ന് നൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തതോ, ദ ഡിജിറ്റ്സ് ഓൺ ദ ലെഫ്റ്റ് ആർ സെക്കൻഡറി ഡിജിറ്റ്. ഡിജിറ്റ്സ് ഓൺ ദ ലെഫ്റ്റ് സൈഡ്, ഈ നമ്പറിന് ലെഫ്റ്റ് സൈഡിലുള്ള നമ്പർ ഏതാണ്? 4 6 ആണ്. അതാണ് എന്ത്? ഈ പറയുന്ന സെക്കൻഡറി ഡിജിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മുകളിൽ നിങ്ങൾ S എന്ന് എഴുതിക്കോളൂ. S എന്ന് എഴുതാം കേട്ടോ. 4 6ന്റെ മുകളില് S എന്ന് എഴുതാം. പിന്നെ ബാക്കി എന്തായിരിക്കും? ദ ഡിജിറ്റ്സ് ഓൺ ദ റൈറ്റ് എന്നാണ് കേട്ടോ, റൈറ്റ് എന്നല്ല. ഡിജിറ്റ്സ് ഓൺ ദ റൈറ്റ് ആണ് ദ ടെർഷ്യറി ഡിജിറ്റ്. ടെർഷ്യറി ഡിജിറ്റ് എവിടെ ഏതാണ്? റൈറ്റ് സൈഡിലുള്ള, റൈറ്റിൽ അങ്ങേയറ്റത്തുള്ള നമ്പർ അല്ലെ, 9 6. അതാണ് എന്ത്? ടെർഷ്യറി ഡിജിറ്റ്. കോഡ് എന്താണ് നിങ്ങൾക്ക് ലഭിച്ചത്? ലെഫ്റ്റ് ടു റൈറ്റിലോട്ടുള്ള കോഡ് എന്ന് പറഞ്ഞ നിങ്ങൾ എന്ത് കോഡാണ് നിങ്ങൾക്ക് ലഭിച്ചത്? ഒന്ന് പറഞ്ഞേ. SPT. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. SPT എന്നൊരു കോഡാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇത് ഏതിലാണ്? മിഡിൽ ഡിജിറ്റ് ഫയലിംഗിലാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ബാക്കിയെല്ലാം ഒരുപോലെ തന്നെ കേട്ടോ. അപ്പോ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, അതിനോട് ഇങ്ങനെ ചോദിക്കൂ. ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗിന്റെ കോഡ് TSP ആണ്. മിഡിൽ ഡിജിറ്റ് ഫയലിംഗിന്റെ കോഡ് SPT ആണ്. ഏതെങ്കിലും മെഡിക്കൽ റെക്കോർഡ് നമ്പർ വന്നിട്ട് നിങ്ങളോട് ചിലപ്പോൾ ഇൻ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് ഇതിലെ പ്രൈമറി ഡിജിറ്റ് ഏതാണ്? അപ്പൊ ചോദ്യം ശ്രദ്ധിക്കണം. ഇനി ചിലപ്പോൾ ചോദ്യത്തിൽ വ്യത്യാസം മിഡിൽ ഡിജിറ്റ് ഫയലിംഗ് ആവും ചോദിക്കുക.
In middle digit finding primary digits of the number ഏതാണെന്ന് നമുക്ക് ചോദിക്കാം. ഈ കോഡ് അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റുന്നില്ല. ഇത്രയുമാണ് നമുക്ക് 5 ടൈപ്പ് ഓഫ് ഫൈൻഡിങ് മെത്തേഡുകൾ പഠിക്കാനുള്ളത്. ക്ലിയർ ആണല്ലോ? 5 ടൈപ്പും ഓക്കെ അല്ലേ? അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? സീരിയൽ നമ്പറിംഗ് ഫൈൻഡിങ് സിസ്റ്റം, യൂണിറ്റ് നമ്പറിംഗ് ഫൈൻഡിങ് സിസ്റ്റം, സ്ട്രേറ്റ് ന്യൂമറിക് ഫൈൻഡിങ്, ടെർമിനൽ ഡിജിറ്റ് ഫൈൻഡിങ് ആൻഡ് മിഡിൽ ഡിജിറ്റ് ഫൈൻഡിങ്. ഓരോന്നിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി വെക്കാം. ആ പ്രത്യേകത തന്നിട്ട് നിങ്ങളോട് ഇത് ഏത് ടൈപ്പ് ഓഫ് ഫൈൻഡിങ് മെത്തേഡ് ആണെന്ന് ചോദിക്കും. നിങ്ങൾക്ക് തെറ്റ് വരുന്നത് കേട്ടോ. ഓക്കെ, ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് വായിച്ചു കേട്ടോ. വായിച്ചു നോക്കിയിട്ട് നമുക്ക് അടുത്ത ടോപ്പിക് പറയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ എല്ലാവർക്കും? അടുത്ത ടോപ്പിക് പറയാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഫോർമാറ്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്. ഈ ഫയലിംഗ് മെത്തേഡ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക് ആണ് ഇത് നമ്മൾ പഠിക്കുന്നത്. ഫോർമാറ്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് കേട്ടോ. ഫോർമാറ്റ് ആണ് ഇത് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, എന്താണ് ഫോർമാറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറയില്ലേ, നമ്മളിപ്പോ ഒരു അപ്ലിക്കേഷൻ ഫോം എഴുതുമ്പോൾ നമ്മൾ അതിനൊരു ഫോർമാറ്റ് ഉണ്ട് അല്ലെ? അതുപോലെ നമ്മളിപ്പോ ഒരു ബയോഡാറ്റ പ്രിപ്പയർ ചെയ്യുമ്പോഴും അതിനൊരു ഫോർമാറ്റ് ഉണ്ട് അല്ലെ? നമ്മൾ എന്തെങ്കിലും ഒരു അപ്ലിക്കേഷൻ ഫോം അയക്കുമ്പോൾ അതിനും ഉണ്ട് ഒരു ഫോർമാറ്റ് അല്ലെ? എന്നതുപോലെ മെഡിക്കൽ റെക്കോർഡുകൾക്കുണ്ട് ഫോർമാറ്റ്. എന്ന് പറഞ്ഞാല് മെഡിക്കൽ റെക്കോർഡിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന വിവരങ്ങൾ അല്ലെ? നമ്മൾ കണ്ടന്റുകളൊക്കെ പഠിച്ചതാണ്. 2 കാറ്റഗറി ആയിട്ട് നമ്മൾ പഠിച്ചില്ലേ? ക്ലിനിക്കൽ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി ഉണ്ട്, ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ. അങ്ങനെ 2 കാറ്റഗറി ഓഫ് ഡാറ്റകളാണ് ഉള്ളത് അല്ലെ? അപ്പൊ ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന വിവരങ്ങളെ നമ്മളൊരു ഓർഗനൈസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതിന്റെ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഘടന, അവതരണം, അതിനെയാണ് നമ്മൾ മെഡിക്കൽ റെക്കോർഡിന്റെ ഫോർമാറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ നമുക്ക് പ്രധാനമായിട്ടും 3 ടൈപ്പ് ഓഫ് ഫോർമാറ്റുകളാണ് പഠിക്കാനുള്ളത്. നമ്മൾ 5 ടൈപ്പ് ഓഫ് ഫയലിംഗ് മെത്തേഡ് പഠിച്ചില്ലേ? എന്നതുപോലെ മെഡിക്കൽ റെക്കോർഡുകളുടെ ഫോർമാറ്റുകളെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 3 ടൈപ്പ് ഓഫ് ഫോർമാറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ടൈപ്സ് ഓഫ് ഫോർമാറ്റ്. ഫസ്റ്റ് വൺ, സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് അഥവാ SOMR കേട്ടോ. അവിടെ ഒരു ഐ കാണുന്നുണ്ട്, ഐ വേണ്ട, അതൊരു ബ്രാക്കറ്റ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. SOMR അതായത് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, ഒന്നാമത്തെ ഫോർമാറ്റ് കേട്ടോ. അപ്പൊ SOMRന്റെ ഫുൾ ഫോം നിങ്ങൾ അതിന്റെ കൂടെ പഠിച്ചു വെക്കുക കേട്ടോ. സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. ഓക്കെ, രണ്ടാമത്തെ ഫോർമാറ്റ് ഏതാണെന്ന് അറിയോ? പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് അഥവാ POMR. ഇതാണ് പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. ഓക്കെ, തേർഡ് വൺ, മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. ഇതാണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. നമുക്ക് വേണമെങ്കിൽ IMR എന്നൊക്കെ പറയാം, പക്ഷെ പൊതുവെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ കണ്ടിട്ടില്ല. എങ്കിലും ഓർത്ത് വെക്കാം കേട്ടോ. ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. ഈ 3 ടൈപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതൊക്കെയാണ്. ഒന്ന് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് SOMR, സെക്കൻഡ് വൺ പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് POMR, തേർഡ് വൺ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഓരോ ഫോർമാറ്റിന്റെയും പ്രത്യേകതകളും പിന്നെ അതിന്റെ ബെനിഫിറ്റ്സുകളും അതിന്റെ ഡിസ്അഡ്വാൻറ്റേജസും ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. 3 ടൈപ്പ് ഫോർമാറ്റ് നമുക്ക് പഠിക്കാനുണ്ട്. അതിന്റെ ഓരോന്നിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം കേട്ടോ. അപ്പൊ നമുക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഒന്ന് നോട്ട് ചെയ്യാം. മെഡിക്കൽ റെക്കോർഡ് ഈസ് അറേഞ്ച്ഡ് in sections in accordance with the patient care departments which provide the care and the data. എന്താണ് ഇവിടെ പറയുന്നത്? ഇത് SOMRന്റെ പ്രത്യേകതയാണ് കേട്ടോ. SOMR സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ ഒരു പ്രത്യേകതയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം.
എന്താണ് സോഴ്സ് ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ? സോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയോ? അതായത് നമ്മൾ ഈ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന പരിചരണങ്ങള്, അവരുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റകളെ നമ്മൾ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അനുസരിച്ചുകൊണ്ട് വിവിധ സെക്ഷനുകളായിട്ട് അറേഞ്ച് ചെയ്യുന്ന രീതിയാണ് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കാം. അതായത് നമ്മൾ പേഷ്യന്റിന് കൊടുക്കുന്ന ആ ഒരു പരിചരണങ്ങളും അവരുടെ ഡാറ്റകളെ നമ്മളൊരു പേഷ്യന്റ് കെയർ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അനുസൃതമായിട്ട് അതിനനുസരിച്ച് നമ്മൾ വിവിധ സെക്ഷനുകളായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനെയാണ് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവില്ല. അതായത് ഇവിടെ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഓരോരോ ഡിപ്പാർട്ട്മെന്റുകളാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു രോഗിയുടെ ലബോറട്ടറി സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ, അവരുടെ ബ്ലഡ് ടെസ്റ്റുകൾ അല്ലെങ്കിൽ അവരുടെ വല്ല വൈറോളജി ടെസ്റ്റുകളോ ഹോർമോണൽ ടെസ്റ്റുകളൊക്കെ നടത്താണെങ്കിൽ അത് ലബോറട്ടറി റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ അതൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെ? ആ ഒരു ലബോറട്ടറി റിപ്പോർട്ട്സ് എന്നുള്ള രീതിയിൽ നമ്മൾ ആ ലാബ് റിസൾട്ടുകൾ മാത്രം ഒരു സെക്ഷനായിട്ട് നമ്മൾ വെക്കുകയാണ്. അപ്പോൾ ലബോറട്ടറി റിസൾട്ട് അങ്ങനെ ലാബ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് നമ്മളിവിടെ സൂക്ഷിക്കുന്നത്, അല്ലെ? ഇനി അടുത്തത് ഈ രോഗിയുടെ റേഡിയോളജി സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ, എക്സ്റേ എടുക്കുന്നു, CT സ്കാൻ എടുക്കുന്നു, അല്ലെങ്കിൽ MRI സ്കാൻ എടുക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള സ്കാനിംഗ് ഒക്കെ എടുക്കുമ്പോൾ അത് റേഡിയോളജി റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേക സെക്ഷൻ ആക്കിയിട്ട് അതിലായിരിക്കും നമ്മൾ അതെല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്, അതൊരു സോഴ്സ് ആയിട്ടാണ്. ഇനി ഈ പറയുന്ന രോഗി കാഷ്വാലിറ്റിയിൽ വന്നിരുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ കാഷ്വാലിറ്റിയിലാണ് നമ്മൾ ആ രോഗിക്ക് കൊടുത്ത ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ അവരുടെ ഒബ്സർവേഷൻസുകൾ എല്ലാം മാത്രം കാഷ്വാലിറ്റി റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അത് മാത്രം സെപ്പറേറ്റ് ചെയ്ത് അതൊരു സോഴ്സ് ആയിട്ട് അതൊരു സെക്ഷൻ ആയിട്ട് നമ്മൾ അവിടെ സൂക്ഷിക്കുന്നു. ഇനി ഈ പറയുന്ന രോഗിയുടെ ഒരു ICUയിലൂടെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിരുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ICUവിൽ ആ പേഷ്യന്റിന് നമ്മൾ കൊടുത്തിട്ടുള്ള ആ ചികിത്സകളും മറ്റു കാര്യങ്ങളും പ്രൊസീജിയറുകളും അത് നമ്മൾ ICU റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അതൊരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് അതൊരു സെക്ഷൻ ആയിട്ട് ആ വിവരങ്ങൾ നമ്മൾ സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പൊ അവിടെ എങ്ങനെയാണ് നമ്മള് പേഷ്യന്റ് കെയർ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അനുസരിച്ച് ആ ഒരു രോഗിയുടെ ലാബ് സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ലബോറട്ടറി റിപ്പോർട്ട് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ മാത്രം നമ്മൾ നോക്കിയാൽ മതി. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ പേഷ്യന്റിന്റെ ലാബ് സംബന്ധമായ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് അതിൽ കാണാൻ പറ്റും. ഇനി നമുക്ക് ആ പേഷ്യന്റിന്റെ ഈ പറയുന്ന എക്സ്റേയോ CT സ്കാനും സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ റേഡിയോളജി റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ആ ഒരു സെക്ഷൻ മാത്രം പരിശോധിച്ചാൽ മതി. അതിനകത്ത് ആ രോഗിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും റേഡിയോളജി സംബന്ധമായുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആ ഒരു സെക്ഷനകത്തുണ്ടാവും. അപ്പൊ അതാണ് ഒരു സോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ICU അല്ലെങ്കിൽ ലാബ്, റേഡിയോളജി, കാഷ്വാലിറ്റി, അതൊക്കെയാണ് അവിടെ ഒരു സോഴ്സുകളായിട്ട് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റുകളായിട്ട് ആക്ട് ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ആ ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. ഇനി നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. മെഡിക്കൽ റെക്കോർഡ് ഈസ് അറേഞ്ച്ഡ് ഇൻ സെക്ഷൻസ് ഇൻ അക്കോർഡൻസ് വിത്ത് പേഷ്യന്റ് കെയർ ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ അവിടെ സോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വിച്ച് പ്രൊവൈഡ് കെയർ ആൻഡ് ഡാറ്റ. രോഗിക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു പരിചരണം അല്ലെങ്കിൽ അവരുടെ ഡാറ്റകളെ എല്ലാം തന്നെ പേഷ്യന്റ് കെയർ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അനുസൃതമായി വിവിധ സെക്ഷനുകളായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഫോർമാറ്റിനെയാണ് നമ്മൾ സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് അഥവാ SOMR എന്ന് പറയുന്നത്. ഹെൻസ് ദ നെയിം സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. ക്ലിയർ ആയോ പറഞ്ഞത്? SOMR മനസ്സിലായോ നിങ്ങൾക്ക്? ആണോ? ആണോ? അടുത്തത് കേട്ടോ. അപ്പൊ അത് രണ്ടെണ്ണം എന്തിന്റെ പ്രത്യേകതയാണ്? SOMRന്റെ പ്രത്യേകതയാണ്. അപ്പൊ നിങ്ങൾ അവിടെ വേണമെങ്കിൽ എഴുതി വെച്ചോ കേട്ടോ. SOMR എന്ന് അതിന്റെ പ്രാക്ടിക്കൽ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. അടുത്തത് കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്ന 4 പോയിന്റുകൾ ശ്രദ്ധിക്കാം. നോക്കുക കേട്ടോ. ഫോംസ് ആർ ഓർഗനൈസ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ടു ഡേറ്റ്. അത് ഇതിന്റെ പ്രത്യേകത അറിയോ? ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ പ്രത്യേകതയാണ് കേട്ടോ. എന്താണ്? ഫോംസ് ആർ ഓർഗനൈസ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ടു ഡേറ്റ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഡേറ്റിനനുസരിച്ച് കൃത്യമായിട്ടുള്ള ക്രോണോളജിക്കൽ ഓർഡറില് നമ്മൾ ഈ പറയുന്ന ഫോംസുകൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ആ ഒരു ഫോർമാറ്റിനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇവിടുത്തെ പ്രത്യേകത നോക്കിയേ. ഇനി പറയുന്ന 4 എണ്ണവും എന്തിന്റെയാണ്? ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ ആണ് കേട്ടോ. യൂഷ്വലി ദ റെക്കോർഡ് ഈസ് അറേഞ്ച്ഡ് ഇൻ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ അറ്റ് നഴ്സസ് സ്റ്റേഷൻ. ബ്രാക്കറ്റിൽ എഴുതേണ്ടത് ഞാൻ പറഞ്ഞല്ലോ. മെഡിക്കൽ റെക്കോർഡ് ഈസ് അറേഞ്ച്ഡ് ഇൻ സെക്ഷൻ. അതിന്റെ ബ്രാക്കറ്റിൽ SOMR എഴുതിക്കോളൂ. അത് SOMRന്റെ പ്രത്യേകതയാണ് കേട്ടോ.
ഓക്കെ, ഹെൻസ് ദ നെയിം സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് SOMR കേട്ടോ. ഇനി നമ്മൾ പറയുന്ന 4 പോയിന്റുകളിലെ ഫോംസ് ആർ ഓർഗനൈസ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ടു ഡേറ്റ് തൊട്ട് ലാസ്റ്റ് വരെയുള്ള പോയിന്റ്, അത് എല്ലാം എന്തിന്റെയാണ്? ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ പ്രത്യേകത കേട്ടോ. ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ പ്രത്യേകത. അവിടെ ഹെഡിങ് ഉണ്ടെങ്കിൽ ഓക്കെ ആണ് കേട്ടോ മരിയ. ഹെഡിങ് ഉണ്ടെങ്കിൽ വിഷയമില്ല. ഹെഡിങ് ഉണ്ടെങ്കിൽ പിന്നെ എന്താ പ്രത്യേക കുഴപ്പമില്ല കേട്ടോ. ഞങ്ങളുടെ ഈ ഇതിനകത്ത് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റില് ഹെഡിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല കേട്ടോ. അപ്പൊ നോക്കുക, ഫോംസ് ആർ ഓർഗനൈസ്ഡ് ഇൻ ഡേറ്റിനനുസരിച്ച് കൊണ്ട് ഫോംസുകൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് ഫോർമാറ്റിലാണ്? ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിനാണ് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞത് യൂഷ്വലി ദ റെക്കോർഡ് ഈസ് അറേഞ്ച്ഡ് ഇൻ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ അറ്റ് ദ നഴ്സസ് സ്റ്റേഷൻ. അതായത് അവിടെ നമ്മളെ റെക്കോർഡുകൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെക്കുന്നത്? റിവേഴ്സ് ക്രോണോളജിക്കൽ. എന്താണ് SOMR ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ? അതേ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഞാൻ പറയുന്നത്? SOMR ഒരു ടൈപ്പ്, ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് രണ്ടാമത്തെ ടൈപ്പ്, പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് മൂന്നാമത്തെ ഫോർമാറ്റ്. 3 ടൈപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ നോക്കുക കേട്ടോ. അപ്പോ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതായത് നമ്മള് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങള്, ഓക്കെ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങള് ഫ്രണ്ടിലും ഏറ്റവും പഴയ വിവരങ്ങള്, ഓക്കെ, ഏറ്റവും പഴയ വിവരങ്ങള് ബോട്ടത്തിലായിട്ട്, അതായത് താഴെയായിട്ടായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അതാണ് എന്ത്? റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. മനസ്സിലായോ? റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എൻട്രീസ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ഫ്രണ്ടിൽ വരുന്ന രീതിയിലും ഏറ്റവും പഴയ വിവരങ്ങൾ, ഓക്കെ, ഏറ്റവും ആദ്യം നമ്മൾ നടത്തുന്ന ഓൾഡസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ബോട്ടത്തിലും വരുന്ന രീതിയിലാണ് അവിടെ നമ്മൾ ഫോംസുകൾ എന്ത് ചെയ്ത് വെക്കുന്നത്? അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അതാണ് നമ്മൾ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെന്താണ്? സോ ദ മോസ്റ്റ് ഇൻഫർമേഷൻ ഈസ് അറ്റ് ദ ഫ്രണ്ട് and the oldest information is at the back of each section. അതുകൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഫ്രണ്ടിലും ഏറ്റവും പഴയ ഇൻഫർമേഷൻസ് ഓരോ സെക്ഷന്റെ പുറകിലായിട്ടായിരിക്കും, ഏറ്റവും താഴെയായിട്ടായിരിക്കും അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. പിന്നെന്താണ്? റെക്കോർഡ് ഈസ് റീഓർഗനൈസ്ഡ് ആഫ്റ്റർ ദ പേഷ്യന്റ് ഈസ് ഡിസ്ചാർജ്. ഇനി പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഈ റെക്കോർഡ് ഒന്ന് റീഓർഗനൈസ് ചെയ്യും. എന്തെയും റീഓർഗനൈസ് ചെയ്യും കേട്ടോ. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം, കാര്യം സെപ്പറേറ്റ് നമുക്ക് പഠിക്കാനുണ്ട്. എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കി വെക്കാം, ഈ പറയുന്ന ലാസ്റ്റ് 4 പോയിന്റുകൾ എന്താണ്? എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പോ പ്രധാനമായിട്ടും 3 ഫോർമാറ്റുകളാണ് ഉള്ളത്. ഒന്ന് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് അഥവാ SOMR. അതിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ പേഷ്യന്റിന് കൊടുക്കുന്ന പരിചരണത്തിന് പേഷ്യന്റ് കെയർ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അനുസൃതമായിട്ട് വിവിധ സെക്ഷനുകൾ, ലബോറട്ടറി റിപ്പോർട്ട് ഒരു സെക്ഷൻ, റേഡിയോളജി റിപ്പോർട്ട് ഒരു സെക്ഷൻ, കാഷ്വാലിറ്റി റിപ്പോർട്ട് ഒരു സെക്ഷൻ, ICU റിപ്പോർട്ട് ഒരു സെക്ഷൻ, അങ്ങനെ ഓരോരോ സെക്ഷനുകളായിട്ട്, അതായത് പേഷ്യന്റ് കെയർ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അനുസൃതമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഒരു ഫോർമാറ്റ് ആണ് SOMR അഥവാ സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി POMR നമ്മൾ പറഞ്ഞിട്ടില്ല, നെക്സ്റ്റ് നമുക്കത് പറയാം. ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ പ്രത്യേകത എന്താണ്? മൂന്നാമത്തെ ടൈപ്പ് ആണ് കേട്ടോ. മൂന്നാമത്തെ ഫോർമാറ്റ് ആണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. അവിടെ നമ്മൾ ഡേറ്റിനനുസരിച്ചിട്ടാണ്, ഇതിനനുസരിച്ചിട്ടാണ്, ഡേറ്റിന് അനുസരിച്ചിട്ടാണ് നമ്മൾ അവിടെ ഫോംസുകൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അതും റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ. ദാറ്റ് മീൻസ് ലേറ്റസ്റ്റ് ഇൻഫർമേഷൻസ് ഫ്രണ്ടിലും പഴയ ഇൻഫർമേഷൻസ് ബാക്കിലും, അതായത് ബോട്ടത്തിൽ വരുന്ന രീതിയിലായിട്ട് അവിടെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അതാണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ പ്രത്യേകത. പിന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞൊരു ഫോർമാറ്റ് POMR, പ്രോബ്ലം ഓറിയന്റഡ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പ്രോബ്ലത്തിന് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ മെഡിക്കൽ റെക്കോർഡിലെ വിവരങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ഫോർമാറ്റ് ആണ് പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഇത്രയും മനസ്സിലായോ പറഞ്ഞത് 3 ഫോർമാറ്റുകളും? ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം കേട്ടോ. ഇനി നോക്കാം അഡ്വാൻറ്റേജസ് ഓഫ് SOMR. നമ്മൾ ആദ്യം പഠിച്ചത് SOMR ആണല്ലോ, അതിന്റെ അഡ്വാൻറ്റേജസ് ആണ് ഇനി നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി ലാസ്റ്റ് പറയാം കേട്ടോ. ഫസ്റ്റ് ആണ്, ഇനി ലാസ്റ്റ് പറയാം. അതിന് ഒരു കാര്യം തന്നെ ഞാൻ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് കേട്ടോ. ക്ലാസ് ദയവ് ഇത് ശ്രദ്ധിക്കാം. ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് മാത്രമേ പറയുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നോക്കാം അഡ്വാൻറ്റേജസ് ഓഫ് SOMR കേട്ടോ.
സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. അതിന്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കാം. എന്താണ് അഡ്വാൻറ്റേജസ് നോക്കിയത്? ഓർഗനൈസസ് റിപ്പോർട്ട്സ് ഫ്രം ഈച്ച് സോഴ്സ് ടുഗെദർ, മേക്കിംഗ് ഇറ്റ് ഈസി ടു ഡിസൈഡ് ദ അസസ്മെന്റ്, ട്രീറ്റ്മെന്റ്സ് ആൻഡ് ഒബ്സർവേഷൻസ് എ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡഡ്. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. SOMRന്റെ അഡ്വാൻറ്റേജ് എന്താണ് പറയുന്നത്? ഓർഗനൈസസ് റിപ്പോർട്ട് ഫ്രം ഈച്ച് സോഴ്സ് ടുഗെദർ, മേക്കിംഗ് ഇറ്റ് ഈസി ടു ഡിസൈഡ് ദ അസസ്മെന്റ്, ട്രീറ്റ്മെന്റ് ആൻഡ് ഒബ്സർവേഷൻസ് എ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡഡ്. അതായത് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ്, നമ്മൾ പറഞ്ഞല്ലോ അവിടെ പേഷ്യന്റ് കെയർ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അനുസൃതമായിട്ടാണ് നമ്മൾ അവിടെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും പേഷ്യന്റിൽ നടത്തുന്ന അസസ്മെന്റുകള്, ട്രീറ്റ്മെന്റുകള്, ഒബ്സർവേഷൻസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ലബോറട്ടറിയിൽ നമുക്കറിയണം ആ പേഷ്യന്റിന്റെ ലാബ് സംബന്ധമായിട്ട് എന്തൊക്കെ ഒബ്സർവേഷൻസും ടെസ്റ്റുകളൊക്കെയാണ് നടത്തിയത് നമുക്കറിയണമെങ്കിൽ നമ്മൾ ഒരുപാട് തപ്പിപ്പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? ലബോറട്ടറി റിപ്പോർട്ട് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ പേഷ്യന്റില് ലാബ് സംബന്ധമായിട്ട് ചെയ്ത എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് കിടപ്പുണ്ടായിരിക്കും അല്ലെ. അതേസമയം ഇപ്പൊ നമുക്കറിയേണ്ടത് ആ ഒരു പേഷ്യന്റിന്റെ സ്കാനിങ് അല്ലെങ്കിൽ റേഡിയോളജി സംബന്ധമായിട്ടുള്ള വിവരങ്ങളാണ് അറിയേണ്ടതെന്ന് വിചാരിക്കാം. അവിടെ എന്തൊക്കെ ഒബ്സർവേഷൻസും ട്രീറ്റ്മെന്റുകളും കൊടുത്തു, എന്തൊക്കെ പ്രൊസീജിയറുകൾ ചെയ്തു എന്നാണ് നമുക്ക് അറിയേണ്ടതെങ്കിൽ റേഡിയോളജി റിപ്പോർട്ട് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ മാത്രം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ മതി കേട്ടോ. അതുകൊണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റുകളും എന്തൊക്കെ അസസ്മെന്റുകളും എന്തൊക്കെ ട്രീറ്റ്മെന്റുകളും എന്തൊക്കെ ഒബ്സർവേഷൻസുകളുമാണ് നടത്തിയിട്ടുള്ളതെന്ന് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഏതിനകത്ത്? സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡിനകത്ത്. കാര്യം അവിടെ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ട് തന്നെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താന്ന് നോക്കിയേ. അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താന്ന് നോക്കിയേ നോക്കാട്ടോ. നോട്ട് പോസിബിൾ ടു റാപ്പിഡ്ലി ഡിസൈഡ് all of the patient's problems and treatments being given for the patient at a given time, as the data from the different departments are arranged in sections and not in accordance with the problems of the patient or integrated in time sequence. ഓക്കെ, അപ്പൊ അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയോ പറയുന്നത്? അതായത് ഒരു നിശ്ചിത ടൈം പീരീഡില്, ഒരു ഗിവൺ ടൈമില്, ഒരു നിശ്ചിത ടൈം പീരീഡില് ആ ഒരു രോഗിക്ക് ഉണ്ടായിരുന്ന എല്ലാവിധ പ്രോബ്ലംസുകളെ പറ്റി അല്ലെങ്കിൽ എല്ലാവിധ ചികിത്സകളെ പറ്റിയുള്ള വിവരങ്ങള് പെട്ടെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. എന്താണ് അവിടെ ഉദ്ദേശിച്ച കാര്യം? അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു രോഗിനെ ഇപ്പൊ ഒരു കാഷ്വാലിറ്റിയിലോട്ട് കൊണ്ടുവരാന്ന് വിചാരിക്കാം. ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാണ്. അപ്പൊ ആദ്യത്തെ 24 hours ആ ഒരു ടൈം ലിമിറ്റ് ആണ് ഞാൻ പറയുന്നത്. ഒരു 24 മണിക്കൂർ സമയത്തിനുള്ളില് അയാൾക്ക് ഒരുപാട് ട്രീറ്റ്മെന്റുകളും പ്രൊസീജിയറുകളും ചെയ്തിട്ടുണ്ട്. അതായത് അയാൾ ആദ്യം കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കാഷ്വാലിറ്റിയിൽ കുറച്ച് ഈ പറയുന്ന പ്രൊസീജിയറുകളൊക്കെ ചെയ്തു. അതിനുശേഷം അയാളെ ലാബിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ലാബ് കഴിഞ്ഞിട്ട് പിന്നെ അയാൾ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലോട്ട് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അയാൾ ICUലോട്ട് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ആദ്യത്തെ അയാൾ അഡ്മിറ്റ് ചെയ്ത ഒരു 24 hours ഇത്രയും കാര്യങ്ങൾ അയാൾ നടന്നിട്ടുണ്ട് അല്ലെ. എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡില് അയാൾക്ക് എന്തൊക്കെ പ്രോബ്ലംസുകൾ ഉണ്ടായി, അല്ലെങ്കിൽ അയാൾക്ക് എന്തൊക്കെ ചികിത്സകൾ അയാൾക്ക് കൊടുത്തു എന്നതിനെ പറ്റി പെട്ടെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. ഡിസൈഡ് ചെയ്യാനേ പറ്റില്ല എന്നല്ല പറഞ്ഞത്, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു റാപ്പിഡ്ലി ഡിസൈഡ് എന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പൊ നമുക്കറിയണം ആദ്യത്തെ 24 മണിക്കൂറിൽ അയാൾക്ക് എന്തൊക്കെ പ്രൊസീജിയറുകൾ ഒബ്സർവേഷൻസ് നടത്തിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് 24 hours എന്തൊക്കെ പ്രൊസീജിയറുകൾ, അങ്ങനെ നമുക്കൊരു നിശ്ചിത ഗിവൺ ടൈമില്, ഒരു നിശ്ചിത സമയത്ത് ആ ഒരു രോഗിക്ക് ഉണ്ടായിരുന്ന എല്ലാ പ്രോബ്ലംസിനെ പറ്റിയിട്ടും ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ടും പെട്ടെന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട് ഇതില് എളുപ്പമല്ല. ഓക്കെ, അതാണ് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. കാര്യം എന്താണ്? As the data from the different departments are arranged in sections, അല്ലേ? കാര്യം ഡാറ്റകൾ നമ്മൾ വിവിധ സെക്ഷനുകളായിട്ടാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ലാബ് ടെസ്റ്റുകൾ ഒരു സെക്ഷൻ, റേഡിയോളജി ടെസ്റ്റുകൾ ഒരു സെക്ഷൻ, അങ്ങനെ എല്ലാം ഒരുമിച്ച് ഒരു സെക്ഷൻ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ഗിവൺ ടൈമിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. And not in accordance with the problems of the patients or integrated in types. അത് മാത്രമല്ല, ഇന്റഗ്രേറ്റഡ് അല്ല, ഡേറ്റിനനുസരിച്ചിട്ടും അല്ല അവിടെ ചെയ്യുന്നത് അല്ലെ, ഡേറ്റിനനുസരിച്ചിട്ടും അല്ല നമ്മൾ അവിടെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ ഇത് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് പറയുന്നത്.
മനസ്സിലായോ? അപ്പൊ SOMR എന്ന് പറഞ്ഞാൽ സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡാണ്. അവിടെ നമ്മൾ പേഷ്യന്റിന് കൊടുക്കുന്ന പരിചരണത്തിന് അതിന് പേഷ്യന്റ് കെയർ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അനുസൃതമായിട്ട് വിവിധ സെക്ഷനുകളായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഒരു ഫോർമാറ്റ് ആണ് SOMR എന്ന് പറയുന്നത്. അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓരോ ഡിപ്പാർട്ട്മെന്റുകളും സെപ്പറേറ്റ് ആയിട്ട് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ, എന്തൊക്കെ പ്രൊസീജിയറുകൾ, എന്തൊക്കെ ഒബ്സർവേഷൻസുകൾ നടത്തിയിട്ടുണ്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിശ്ചിത ടൈം പീരീഡില് ആ രോഗിക്ക് ഉണ്ടായിരുന്ന എല്ലാവിധ പ്രോബ്ലംസുകളെയും ട്രീറ്റ്മെന്റുകളെ പറ്റിയിട്ട് നമുക്ക് പെട്ടെന്ന് ഡിസൈഡ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതാണ് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ക്ലിയർ ആയോ? SOMR ഓക്കെ ആണോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ അല്ലേ? SOMR ഓക്കെ. നെക്സ്റ്റ് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ ഫോർമാറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ ഫോർമാറ്റിലോട്ട് നമ്മൾ കടക്കുകയാണ്. രണ്ടാമത്തെ ഫോർമാറ്റ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. രണ്ടാമത്തെ ഫോർമാറ്റ് ആണ് POMR. എന്താണ് POMR? POMRന്റെ ഫുൾ ഫോം എന്താണ്? പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. എന്താണ് പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്? ഇപ്പൊ പറഞ്ഞത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ പറയുന്ന ഫോർമാറ്റുകൾ എല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. POMR എന്ന് പറയുമ്പോൾ പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡാണ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എന്താണ് അവിടുത്തെ പ്രത്യേകത? പ്രോബ്ലം ഓറിയന്റഡ്. മറ്റൊടുത്ത് സോഴ്സ് ആണ്, ഡിപ്പാർട്ട്മെന്റിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. ഇവിടെ പ്രോബ്ലത്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാല് ഒരു രോഗിക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന അവരുടെ പ്രത്യേകമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങള്, അല്ലെങ്കിൽ അവരുടെ ആശങ്കകള്, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങള്, അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട്, അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ഈ റെക്കോർഡിലെ വിവരങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ആ ഒരു ഫോർമാറ്റിനെയാണ് പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. പ്രോബ്ലത്തിനെയാണ് നമ്മളവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കാട്ടോ, അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ആദ്യത്തെ പോയിന്റ് ഇതാണ്, ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോറൻസ് എൽ വീഡ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. POMR എന്ന് പറയുന്ന ഫോർമാറ്റ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഇതിന്റെ പേരെന്താണ്? ലോറൻസ് എൽ വീഡ് എന്നാണ് കേട്ടോ. ലോറൻസ് എൽ വീഡ്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്ത നോക്കിയേ. ഇറ്റ് പ്രൊവൈഡ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഡോക്യുമെന്റേഷൻ to reflect logical thinking on the part of the physician controlling the care of the patient. അപ്പോൾ പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് ഡോക്യുമെന്റേഷൻ ആണ് കേട്ടോ. അതായത് നമ്മൾ ഈ 3 ഫോർമാറ്റുകൾ പഠിക്കുന്നതിനും ഏറ്റവും സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഡോക്യുമെന്റേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡാണ്. എന്ന് പറഞ്ഞാല് അവിടെ നമ്മൾ രോഗിയുടെ പരിചരണം കൺട്രോൾ ചെയ്യുന്ന ഡോക്ടർ ഉണ്ടല്ലോ, ഫിസിഷ്യൻ, അദ്ദേഹത്തിന്റെ ആ ഒരു ഇന്റർപ്രിട്ടേഷൻ റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിൽ, അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ ഉൾപ്പെടുന്ന രീതിയിലായിരിക്കും നമ്മൾ ഇവിടുത്തെ വിവരങ്ങൾ എന്ത് ചെയ്ത് വെക്കുന്നത്? ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്നത്. മനസ്സിലായല്ലോ? അതായത് പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ടാണ് അത് ഈ രോഗിക്ക് പരിചരണം കൊടുക്കുന്ന, ഈ രോഗിയുടെ പരിചരണം കൺട്രോൾ ചെയ്യുന്ന ഫിസിഷ്യൻ അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ, അവരുടെ ഇന്റർപ്രിട്ടേഷൻ എന്താണ് പറയാ, അത് റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ വിവരങ്ങളെ എന്ത് ചെയ്ത് വെക്കുന്നത്? ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്നത്. അതായത് രോഗിയുടെ പ്രശ്നത്തിനെ ഡോക്ടർ എങ്ങനെയാണ് അതിനെ ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത്, ഡോക്ടർ എങ്ങനെയാണ് അതിനെ ഡയഗ്നൈസ് ചെയ്ത് അദ്ദേഹത്തിന്റെ അസംഷൻ എന്താണ്, അത് റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിൽ ആയിരിക്കും നമ്മൾ ഇവിടെ ഈ പറയുന്ന വിവരങ്ങളെ ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്നത്. ഇതിനകത്ത് പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡിനകത്ത്. ഓക്കെ, പിന്നെന്താണ്? The physician explains and follows each clinical problem individually and organizes them for the solution. ഇവിടെ ഫിസിഷ്യൻ എന്ത് ചെയ്യുന്ന അറിയാമോ? അതായത് ഓരോ രോഗിയുടെയും വ്യക്തിഗതമായിട്ട് തന്നെ അവരുടെ പ്രശ്നങ്ങളെ പരിഗണിച്ചുകൊണ്ട് അതിനെ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്ത് അതിന് വേണ്ട സൊല്യൂഷൻ എന്ത് ചെയ്യുന്നു? ഫിസിഷ്യൻ അവിടെ നിർദ്ദേശിക്കുന്നു. മനസ്സിലായില്ല? അതാണ് പ്രോബ്ലം ഓറിയന്റഡ്. അവിടെ നമ്മള് ഈ രോഗിയുടെ മൊത്തത്തിലുള്ള പ്രോബ്ലത്തിനെ അല്ല എടുക്കുന്നത്. അവിടെ ആ രോഗി ഫേസ് ചെയ്യുന്ന ഓരോ രോഗിയെ വ്യക്തിഗതമായിട്ട് തന്നെ, എന്താണ്, ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ അവരുടെ പ്രോബ്ലംസിനെ അനലൈസ് ചെയ്ത് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് അതിന് കൃത്യമായിട്ടുള്ള ഒരു ക്ലിനിക്കൽ റെസൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് POMR രീതി. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ POMR എന്ന് പറഞ്ഞത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലോറൻസ് എൽ വീഡ് എന്ന് പറയുന്ന വ്യക്തിയാണ്.
പിന്നെ ഇതൊരു വളരെ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഡോക്യുമെന്റേഷൻ ആണ്. അവിടെ രോഗിക്ക് പരിചരണം കൊടുക്കുന്ന ഫിസിഷ്യന്റെ ഇന്റർപ്രിട്ടേഷൻ അത് ഉൾപ്പെടുന്ന രീതിയിലാണ് നമ്മളെ വിവരങ്ങൾ ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ മാത്രമല്ല ഇവിടെ നമ്മൾ ഓരോ രോഗിയെയും വ്യക്തിഗതമായിട്ട് തന്നെ അവരുടെ പ്രോബ്ലംസുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആര് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്? ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്ത് അതിനൊരു സൊല്യൂഷൻ അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട്. ആ ഒരു മെത്തേഡ് ഓഫ് ഫോർമാറ്റിനെയാണ് POMR എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ. ഇനി ഈ POMR കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ നോക്കാം, ബേസിക് പാർട്സ് ഓഫ് POMR, പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് പറയുന്നത്. പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതിന് പ്രധാനമായിട്ടും 4 ഭാഗങ്ങളാണ് ഉള്ളത് കേട്ടോ. ഏതൊക്കെയാണ് 4 പാർട്ടുകൾ? ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഡാറ്റാബേസ്. ഓക്കെ, ഡാറ്റാബേസ്. സെക്കൻഡ് വൺ പ്രോബ്ലം ലിസ്റ്റ്. തേർഡ് വൺ ഇനീഷ്യൽ പ്ലാൻസ്. ഫോർത്ത് വൺ പ്രോഗ്രസ് നോട്ട്സ്. കിട്ടിയോ? POMR തന്നെ 4 ഭാഗങ്ങളുണ്ട്, 4 പാർട്ടുകളുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഡാറ്റാബേസ്, സെക്കൻഡ് വൺ പ്രോബ്ലം ലിസ്റ്റ്, തേർഡ് വൺ ഇനീഷ്യൽ പ്ലാൻ, നാലാമത്തത് പ്രോഗ്രസ് നോട്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ POMR-ന്റെ? ഓക്കെ ആണല്ലോ. പ്രോബ്ലത്തിന് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ അവിടെ വിവരങ്ങളെ നമ്മൾ രേഖപ്പെടുത്തുന്നത്. അതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ ഓരോ 4 ഭാഗങ്ങളിലും എന്തൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ഡാറ്റാബേസ് ആണ്. ഡാറ്റാബേസ് ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഡാറ്റാബേസ് എന്ന് തന്നെ പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡാറ്റയാണ്. ആ പേഷ്യന്റിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡാറ്റകളാണ് നമ്മൾ ആ ഒരു ഭാഗത്ത് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയായിരിക്കും നോക്കാം. മിനിമം സെറ്റ് ഓഫ് ഡാറ്റ ടു ബി ഗോട്ട് ഓൺ എവറി പേഷ്യന്റ് ദാറ്റ് ഇൻക്ലൂഡ്. എന്തൊക്കെയാണ് ഒരു ഡാറ്റാബേസിനകത്ത് ഉൾപ്പെടുന്നത് നോക്കിയേ. ചീഫ് കംപ്ലൈന്റ്, പ്രസന്റ് ഇൽനസ്, patient profile and associated social data, past history and a review of systems, physical examinations of defined content and baseline laboratory data. അതായത് നമുക്കൊരു രോഗിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും മിനിമം സെറ്റ് ഓഫ് ഡാറ്റ, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങളാണ് നമ്മളൊരു ഡാറ്റാബേസിനകത്ത് ഉൾപ്പെടുത്തുന്നത്. എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്? ചീഫ് കംപ്ലൈന്റ് അല്ലെ, ആ പേഷ്യന്റിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്, അവരുടെ ചീഫ് കംപ്ലൈന്റ് എന്താണ്, പിന്നെന്താണ് പ്രസന്റ് ഇൽനസ്, നിലവിലുള്ള അവരുടെ ഇഷ്യൂ എന്താണ്, അല്ലെങ്കിൽ നിലവിൽ അവരുടെ ഇൽനസ് എന്താണ്, പിന്നെ പേഷ്യന്റ് പ്രൊഫൈൽ. പേഷ്യന്റിന്റെ പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ പേഷ്യന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഡെമോഗ്രഫിക് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ അവരുടെ പേര്, അവരുടെ അഡ്രസ്, അവരുടെ ജെൻഡർ ഐഡന്റിറ്റി, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ, അതാണ് പേഷ്യന്റിന്റെ പ്രൊഫൈൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ അസോസിയേറ്റഡ് സോഷ്യൽ ഡാറ്റ, ആ പേഷ്യന്റിനെ സംബന്ധിക്കുന്ന അവരുടെ സോഷ്യൽ ഡാറ്റകൾ. ദാറ്റ് മീൻസ് അവരുടെ കമ്മ്യൂണിറ്റി സംബന്ധമായിട്ടോ സൊസൈറ്റിയിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസുകൾ ഫേസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങൾ അവർക്കുണ്ടോ, അങ്ങനെയുള്ള സോഷ്യൽ ഡാറ്റകൾ. ചില വിഭാഗം ആളുകൾക്ക് പ്രത്യേക ഇൻഷുറൻസും അതുപോലെ തന്നെ ചികിത്സാ ഇളവുകളൊക്കെ കൊടുക്കാറുണ്ട് അല്ലെ. അപ്പൊ ആ രീതിയിലുള്ള അവരുടെ സോഷ്യൽ ഡാറ്റകള്. പിന്നെ പാസ്റ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അവരുടെ മുൻപുണ്ടായിരുന്ന അവരുടെ ആ ഒരു എന്താ പറയാ ഹെൽത്ത് ഹിസ്റ്ററി നമ്മൾ എടുക്കില്ലേ, പാസ്റ്റ് ഹിസ്റ്ററി എന്താണ്. പിന്നെ റിവ്യൂ ഓഫ് സിസ്റ്റംസ്. റിവ്യൂ ഓഫ് സിസ്റ്റംസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് ഓവറോൾ ഹെൽത്ത് ഇൻഫർമേഷൻസ് ആണ്. ഓക്കെ, അതായത് റിവ്യൂ ഓഫ് സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ അവരുടെ മൊത്തത്തിലുള്ള ആ ഹ്യൂമൻ ബോഡി സിസ്റ്റത്തിനെ പറ്റിയിട്ടുള്ള ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഫർമേഷൻ, മൊത്തത്തിലുള്ള അവരുടെ ഒരു ആരോഗ്യ വിവരങ്ങളുടെ ഒരു കൺക്ലൂഷൻ. ഓക്കെ, പിന്നെ ഫിസിക്കൽ എക്സാമിനേഷൻസ് ഓഫ് ഡിഫൈൻഡ് കണ്ടന്റ്. പിന്നെ അവരിൽ നമ്മൾ നടത്തിയിട്ടുള്ള ശാരീരികമായിട്ടുള്ള പരിശോധനകള്, ബ്ലഡ് ടെസ്റ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും റേഡിയോളജി ടെസ്റ്റുകളോ, അങ്ങനെ നമ്മൾ നടത്തുന്ന ഫിസിക്കൽ എക്സാമിനേഷൻസ്, ബേസ് ലൈൻ ലബോറട്ടറി ഡാറ്റ, ഇത്രയും വിവരങ്ങൾ ഇതാണ് എന്ത് ഡാറ്റാബേസിനകത്ത് ഉൾപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ രോഗിയിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന ഏറ്റവും മിനിമം സെറ്റ് ഓഫ് ഡാറ്റ, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത് ഏറ്റവും മിനിമം സെറ്റ് ഓഫ് ഡാറ്റ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ചീഫ് കംപ്ലൈന്റ്, അവരുടെ പ്രസന്റ് ഇൽനസ്, അവരുടെ സോഷ്യൽ ഡാറ്റ, അവരുടെ പ്രൊഫൈല്, അവരുടെ പാസ്റ്റ് ഹിസ്റ്ററി, റിവ്യൂ ഓഫ് സിസ്റ്റംസ് ആൻഡ് ഫിസിക്കൽ എക്സാമിനേഷൻ ഡാറ്റകളൊക്കെയാണ് നമ്മൾ ഡാറ്റാബേസിനകത്ത് ഉൾപ്പെടുന്നത്. അപ്പൊ ആ ഒരു ഭാഗം ക്ലിയർ ആണെന്ന് നിങ്ങൾക്ക്. അടുത്ത പാർട്ട് ഏതാ നമ്മൾ പറഞ്ഞത്? പ്രോബ്ലം ലിസ്റ്റ് ആണ്. ഇതൊരു പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് ആണല്ലോ. അപ്പൊ അടുത്തത് എന്താണ്? അതിന്റെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാല് പ്രോബ്ലം ലിസ്റ്റ് ആണ്.
എന്താണ് പ്രോബ്ലം ലിസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് കണ്ടെയ്നഡ് ഓൺ എ ഫോം പ്ലേസ്ഡ് ഇൻ ദ ഫ്രണ്ട് ഓഫ് ദ റെക്കോർഡ്. അപ്പോ ഇത് പ്രോബ്ലം ഓറിയന്റഡ് ആണല്ലോ. അപ്പൊ പ്രത്യേകമായിട്ട് നമ്മൾ പറഞ്ഞു പ്രോബ്ലത്തിന് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അവരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പ്രോബ്ലം ലിസ്റ്റ് ഉണ്ടായിരിക്കണം. പ്രോബ്ലം ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് സാധാരണ ആ ഒരു പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ട്, ഏറ്റവും മുൻഭാഗത്തായിട്ട് ഒരു ഫോമിലായിരിക്കും പ്രോബ്ലം ലിസ്റ്റ് നമ്മൾ, അതായിരിക്കും ഏറ്റവും ഫ്രണ്ടിലായിട്ടാണ് നമ്മൾ പ്രോബ്ലം ലിസ്റ്റ് പ്ലേസ് ചെയ്യുന്നത് കേട്ടോ. അതൊരു ഫോമാണ് പ്രോബ്ലം ലിസ്റ്റ്. അത് ആ റെക്കോർഡിന്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ടായിരിക്കും ഈ ഒരു ഫോം ഉണ്ടായിരിക്കുക. ഇനി എന്തൊക്കെ പ്രോബ്ലംസുകളാണ് നമ്മൾ അവിടെ മാർക്ക് ചെയ്യുന്നത് നോക്കി. പ്രോബ്ലംസ് ആർ എനിത്തിങ് ദാറ്റ് നീഡ് മാനേജ്മെന്റ് or diagnostic workup, including medical, social, economic and demographic problems, past and present. ഇനി പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള പ്രോബ്ലംസ് ആവാം എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, ആ ഒരു പേഷ്യന്റിന് ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും വൈകാരികമായിട്ടും അല്ലെ, അങ്ങനെയൊക്കെ അവര് ഫേസ് ചെയ്യുന്ന എല്ലാവിധ പ്രോബ്ലംസുകളും, അതുപോലെ സൊസൈറ്റിയിൽ നിന്ന് എന്തെങ്കിലും പ്രോബ്ലംസുകൾ അവർ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാവിധ പ്രോബ്ലംസുകളും നമ്മൾ എന്തിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്? പ്രോബ്ലം ലിസ്റ്റിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. ഒരിക്കലും എന്ത് മാത്രമല്ല, ശാരീരികമായിട്ടുള്ള പ്രോബ്ലംസ് മാത്രമല്ല നമ്മൾ അവിടെ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അത് മാത്രമല്ല നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത് ആ ഒരു രോഗി ഫേസ് ചെയ്യുന്ന എല്ലാവിധ പ്രോബ്ലം, ശാരീരികമായിട്ടും മാനസികമായിട്ടും വൈകാരികമായിട്ടും സാമ്പത്തികമായിട്ടും അതുപോലെ ഈ പറയുന്ന എല്ലാ രീതിയിലുള്ള പ്രോബ്ലംസുകളും നമ്മൾ ആ പ്രോബ്ലം ലിസ്റ്റിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞത് പ്രോബ്ലംസ് ആർ എനിത്തിങ് ദാറ്റ് നീഡ് മാനേജ്മെന്റ്. മാനേജ്മെന്റും ഡയഗ്നോസ്റ്റിക് വർക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഏത് തരത്തിലുള്ള പ്രോബ്ലംസുകളും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതിനകത്ത് മെഡിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവാം, സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാവാം, എക്കണോമിക് പ്രോബ്ലംസ് ഉണ്ടാവാം, ഡെമോഗ്രഫിക് പ്രോബ്ലംസ്, അതായത് അവരുടെ സൊസൈറ്റിയിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസുകൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുണ്ടാവാം. പിന്നെ അവരുടെ പാസ്റ്റ് ആയിട്ടുള്ളതും പ്രസന്റ് ആയിട്ടുള്ള എല്ലാവിധ പ്രോബ്ലംസുകളും നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? ലിസ്റ്റ് മസ്റ്റ് അഫേം the problems and the level of the physician's apprehension of a particular problem. Apprehension എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അണ്ടർസ്റ്റാൻഡിങ് എന്നൊക്കെയുള്ള അർത്ഥമാണ്, ആശങ്കകൾ എന്നുള്ള ഒരു അർത്ഥമാണ് കേട്ടോ. അതായത് നമ്മൾ ഈ പ്രോബ്ലം ലിസ്റ്റിനകത്ത് എങ്ങനെയാണ് പ്രോബ്ലംസ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്? അറ്റ് ദ ലെവൽ ഓഫ് ദ ഫിസിഷ്യൻസ് ആപ്രിഹെൻഷൻ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇവിടെ ഒരു പോയിന്റ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? നമ്മൾ എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഡോക്യുമെന്റേഷൻ ടു റിഫ്ലക്ട് ദ ലോജിക്കൽ തിങ്കിങ് ഓൺ ദ പാർട്ട് ഓഫ് എ ഫിസിഷ്യൻ കൺട്രോളിംഗ് കെയർ ഓഫ് പേഷ്യന്റ്. അങ്ങനെ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞില്ലേ? ആ സെയിം കാര്യം തന്നെയാണ് അവിടെ പറയുന്നത്. അതായത് നമ്മൾ പ്രോബ്ലംസ് എങ്ങനെ ലിസ്റ്റ് ചെയ്യുന്നത്? ആ ഒരു രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ, ഫിസിഷ്യന്റെ ലെവൽ ഓഫ് ഇന്റർപ്രിട്ടേഷൻ, അവരുടെ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലായിരിക്കും നമ്മൾ ആ പ്രോബ്ലംസുകൾ ലിസ്റ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് സാധാരണ നമ്മളൊരു കാര്യം ഇന്റർപ്രറ്റ് ചെയ്യുന്നതും ഒരു ഡോക്ടേഴ്സ് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതും ഡയഗ്നൈസ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ? സാധാരണക്കാരായിട്ടുള്ള ആളുകള് ഒരു രോഗത്തിനെ നമ്മൾ നിർണ്ണയിക്കുന്നതും ഒരു ഡോക്ടർ ആ രോഗത്തിനെ നോക്കി കാണുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അല്ലെ? ഇപ്പൊ ഒരാള് ചെസ്റ്റ് പെയിൻ ആയിട്ട് ഹോസ്പിറ്റലിൽ വരികയാണ്, നമ്മൾ സാധാരണക്കാര് പറയും ചെസ്റ്റ് പെയിൻ ആണെന്ന് നമ്മൾ പറയും. ഡോക്ടർ ചിലപ്പോൾ അതിനെ എങ്ങനെയായിരിക്കും ഇന്റർപ്രറ്റ് ചെയ്യുന്നത്? ചിലപ്പോൾ ഹാർട്ടിലേക്കുള്ള ബ്ലോക്കേജ് കൊണ്ടായിരിക്കും അവർക്ക് ചെസ്റ്റ്, ചിലപ്പോൾ കാഡ് ആയിരിക്കാം അല്ലെ, കൊറോണറി ആർട്ടറി ഡിസീസ് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ ഡോക്ടറുടെ ലെവൽ ഓഫ് ഇന്റർപ്രിട്ടേഷൻ ഡോക്ടർ ചിലപ്പോൾ അത് എങ്ങനെയായിരിക്കും എഴുതുന്നത്? കാഡ് ആയിരിക്കാം, കൊറോണറി ആർട്ടറി ഡിസീസ്. കാരണം ഹാർട്ടിലേക്കുള്ള ആ ഒരു ഓക്സിജനേറ്റഡ് ബ്ലഡിന്റെ ആ ഒരു വെസലിൽ ബ്ലോക്കേജ് വരുന്നു, അങ്ങനെ അവിടെ കൊറോണറി ആർട്ടറി ഡിസീസിന്റെ ഒരു സിംറ്റം ആയിട്ടാണ് അവിടെ ചെസ്റ്റ് പെയിൻ വന്നിരിക്കുന്നത്. നമ്മള് നോർമൽ ആൾക്കാർ ചിലപ്പോൾ ചെസ്റ്റ് പെയിൻ എന്ന് പറയുന്ന രീതിയിലായിരിക്കില്ല, ഒരു ഫിസിഷ്യന്റെ ഇന്റർപ്രിട്ടേഷൻ വ്യത്യാസമുണ്ട് അല്ലെ? ഞാൻ എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ ആ രീതിയിൽ ഓരോ പ്രോബ്ലത്തിനെയും, രോഗി ഫേസ് ചെയ്യുന്ന ഓരോ പ്രോബ്ലത്തിനെയും അത് ഡോക്ടറുടെ, ഫിസിഷ്യന്റെ ലെവൽ ഓഫ് ഇന്റർപ്രിട്ടേഷൻ, അവരുടെ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ ആ പ്രോബ്ലം ലിസ്റ്റ് ചെയ്യുന്നത്. കാര്യം ഇതൊരു മെഡിക്കൽ റെക്കോർഡാണ്, ഇത് കൈകാര്യം ചെയ്യുന്നത് കംപ്ലീറ്റ് ആരാണ്? മെഡിക്കൽ പ്രൊഫഷണൽസ് ആണ്. അവിടെ ഒരു സാധാരണക്കാരന്റെ അസംഷൻ അല്ല ഇതല്ലേ. ഒരു ഫിസിഷ്യൻ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കിയത്, അദ്ദേഹത്തിന്റെ അസംഷൻ എന്താണ്, അതിനകത്ത് ഒരുപാട് മെഡിക്കൽ ടേംസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ രീതിയിലാണ് അവർ ആ പ്രോബ്ലത്തിന് അവിടെ നോട്ടേറ്റ് ചെയ്തിട്ടുണ്ടാവുക അല്ലെ? അത് മറ്റുള്ള മെഡിക്കൽ പ്രൊഫഷണൽസുകളും അവരങ്ങനെയാണ് അവര് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഓരോ പ്രോബ്ലത്തിനെയും ഫിസിഷ്യന്റെ ലെവൽ ഓഫ് ഇന്റർപ്രിട്ടേഷൻ ആയിരിക്കും ആ ഒരു പ്രോബ്ലംസ് അവിടെ ലിസ്റ്റ് ചെയ്തിട്ട് ഉണ്ടായിരിക്കും. ഓക്കെ,
പിന്നെന്താണ് പറയുന്നത്? പ്രോബ്ലം ലിസ്റ്റ് may contain a statement of an abnormal finding, physiologic detection or a specific diagnosis. കേട്ടോ. ഇനി ഒരു പ്രോബ്ലം ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. ആ പ്രോബ്ലത്തിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിനകത്ത് ഉണ്ടാവും. പക്ഷെ എന്തെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള എന്തെങ്കിലും ഫൈൻഡിങ്സുകളോ ശാരീരികമായിട്ട് എന്തെങ്കിലും ഫിസിയോളജിക്കൽ ആയിട്ട് എന്തെങ്കിലും അബ്നോർമൽ ആയിട്ട് എന്തെങ്കിലും ഡിറ്റക്ഷൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടോ, സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും രോഗനിർണയങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലോ അങ്ങനെ എല്ലാ വിശദാംശങ്ങളും ഇതിനകത്തുണ്ടായിരിക്കും, പ്രോബ്ലം ലിസ്റ്റിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, അല്ലാതെ വെറുതെ നമ്മള് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെയല്ല അവിടെ പ്രോബ്ലം നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ കണ്ടെത്തിയിട്ടുള്ള എല്ലാ പ്രോബ്ലംസ് അബ്നോർമൽ ആയിട്ട് അബ്നോർമൽ ആയിട്ടുള്ള എന്തെങ്കിലും ഫൈൻഡിങ്സോ ഒബ്സർവേഷൻസോ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഡയഗ്നോസിസ് ഒക്കെ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രോബ്ലം ലിസ്റ്റിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ് പറയുന്നത്? അഡീഷൻസ് ആൻഡ് ചേഞ്ചസ് ആർ മെയ്ഡ് ഇൻ ദ ലിസ്റ്റ് since the new problems are identified and active problems resolved. ഇനി നമ്മൾ ഈ പറയുന്ന പ്രോബ്ലം ലിസ്റ്റ് എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കോ, സ്ഥിരമായിരിക്കോ? ഒരിക്കലും അല്ല. അതിനെന്താണ്, പുതിയ പുതിയ പ്രോബ്ലംസുകൾ വരുമ്പോ അത് നമ്മൾ ആഡ് ചെയ്യും. ഇനി പഴയ പ്രോബ്ലംസുകൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും? എടുത്തു മാറ്റും. അങ്ങനെ പ്രോബ്ലം ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും സ്ഥിരമായിട്ടിരിക്കുന്ന ഒരു ലിസ്റ്റ് അല്ല. പുതിയ പുതിയ പ്രോബ്ലംസുകൾ വരുമ്പോൾ നമ്മൾ അതിനൊക്കെ അഡീഷൻ നടത്തും, അതൊക്കെ ആഡ് ചെയ്യും. പഴയ പ്രോബ്ലംസുകൾ റിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലംസ് നമ്മൾ അവിടെ നിന്ന് എടുത്തു മാറ്റും, അല്ലെ? അങ്ങനെ പ്രോബ്ലം ലിസ്റ്റിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്? അഡീഷൻസുകളും ചേഞ്ചസുകളും ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? പ്രോബ്ലംസ് ആർ മാർക്ക്ഡ് ഡ്രോപ്ഡ് ഓർ റിസോൾവ്ഡ്. പ്രോബ്ലംസ് നമ്മൾ ഇവിടെ എങ്ങനെ മാർക്ക് ചെയ്യാം? ഡ്രോപ്പ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും, നമ്മൾ അവഗണിച്ചിട്ടുള്ള വെച്ചാൽ നമുക്ക് അത്രയും ഡ്രോപ്പ് ചെയ്ത്. ഇപ്പൊ ചില രോഗങ്ങളുടെ ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ ഡോക്ടറുടെ അസംഷൻസ് പലതായിരിക്കും, അല്ലെ? നമ്മൾ കറക്റ്റ് ഡയഗ്നോസിസ് ഒക്കെ കഴിയുമ്പോഴാണ് കറക്റ്റ് ഇന്ന അസുഖമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിനു മുമ്പ് ഡോക്ടർക്ക് കുറെ അസംഷൻസും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ചിലത് നമുക്ക് തള്ളിക്കളയേണ്ടതായിട്ട് വരും, ഡ്രോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെ? അങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ടുള്ളതും അതുപോലെ റിസോൾവ് ചെയ്തിട്ടുള്ളത്, പരിഹരിച്ചിട്ടുള്ളതുമായ എല്ലാ പ്രോബ്ലംസുകളും കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? അവിടെ മാർക്ക് ചെയ്തിരിക്കണം. ഇനിയുള്ള പ്രോബ്ലംസുകൾ പരിഹരിച്ചിട്ടുണ്ട്, റിസോൾവഡ് ആണ് എന്നുള്ളത് അവിടെ മാർക്ക് ചെയ്ത് വെക്കണം. ഇനി നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസിനെ അത് ഡ്രോപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കും. ഇത്രയുമാണ് പ്രോബ്ലം ലിസ്റ്റിനായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്, കേട്ടോ. ഓക്കെ, ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് 5 ടൈപ്പ് ഓഫ് എന്തായിരുന്നു? ഫൈലിംഗ് മെത്തേഡ്, കേട്ടോ. പിന്നെ എന്താണ്? ഇന്റഗ്രേറ്റീവ് മെഡിക്കൽ റെക്കോർഡ്, അല്ലെ? ഫസ്റ്റ് ടൈം ചോദിച്ചത്. ഇന്റഗ്രേറ്റീവ് മെഡിക്കൽ റെക്കോർഡ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം, കേട്ടോ. ഇത്രയുള്ള സംഭവം ഇന്റഗ്രേറ്റഡ് എന്ന് പറയുന്നത് എന്താ? ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം സംയോജിപ്പിക്കുന്ന അർത്ഥമാണ്, അല്ലെ? അപ്പൊ ഇന്റഗ്രേറ്റീവ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഡേറ്റിനനുസരിച്ച്, അതായത് ഇന്ന ഡേറ്റിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു, ഇന്നത്തെ ഡേറ്റിൽ ഇന്ന കാര്യങ്ങൾ, നാളത്തെ ഡേറ്റിൽ, അങ്ങനെ ഡേറ്റിനനുസരിച്ച് കൊണ്ട് ലഭിക്കുന്ന വിവരങ്ങൾ ഒരുമിച്ച് നമ്മൾ ചേർക്കുന്നതാണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ ഡേറ്റിനനുസരിച്ചിട്ടാണ് എൻ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ഏറ്റവും ഫ്രണ്ടിലായിരിക്കും. ഏറ്റവും പഴയ വിവരങ്ങൾ എന്തായിരിക്കും? ഏറ്റവും താഴെയായിട്ട്. ഇപ്പൊ അങ്ങനെയല്ലേ വരിക? അപ്പൊ തിങ്കൾ തൊട്ട് വെള്ളിയാഴ്ച വരെ തിങ്കളാഴ്ചത്തെ വിവരം ആദ്യം കേട്ടുന്നു, പിന്നെ അതിന്റെ മുകളിൽ ചൊവ്വ ബുധൻ വ്യാഴം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ഏറ്റവും ടോപ്പിലായിരിക്കും, ഏറ്റവും പഴയ വിവരങ്ങൾ ബോട്ടത്തിലായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്നു. ഓക്കെ, അത്രയേ ഉള്ളൂ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം, കേട്ടോ. അപ്പൊ ഞാനത് അൺമ്യൂട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ നമ്മൾ POMRന്റെ 2 പാർട്ട് വരെ പറഞ്ഞു നിർത്തിയിട്ടുള്ളൂ, കേട്ടോ. ഡാറ്റാബേസും പ്രോബ്ലം ലിസ്റ്റ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങൾ നാളത്തെ ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. നമുക്ക് ഈ ചാപ്റ്റർ ഫിനിഷ് ചെയ്യാം, കേട്ടോ. ഈ ചാപ്റ്റർ തീർത്തിട്ട് നമുക്ക് പുതിയൊരു ചാപ്റ്റർ ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് എൻഗേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അത് നമുക്ക് നാളെ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് അത് തുടങ്ങാം, കേട്ടോ. ഓക്കെ, അതും കൂടെ കഴിഞ്ഞിട്ട് വേണം 4th മൊഡ്യൂളിലേക്ക് കടക്കാൻ. 4th മൊഡ്യൂളിൽ എനിക്ക് അധികം ചാപ്റ്റർ വരുന്നില്ല. 3rd മൊഡ്യൂളിലാണ് കൂടുതൽ ചാപ്റ്റർ, കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വൈകിട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ? വായിക്കാം, കേട്ടോ. ശരിയല്ല, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം, കേട്ടോ. ഓക്കെ, താങ്ക് യു.